വെറുതെ വീട്ടിൽ ഇരുന്ന് റീൽസ് കണ്ടുകൊണ്ടിരുന്നു. അപ്പം ചട്ടിച്ചോറിൻ്റെ റീൽസ് കണ്ടു. അത് കണ്ടപ്പോൾ ഒരു കൊതി, ചട്ടിച്ചോറ് തിന്നണം. എന്നാൽ ശരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വീട്ടിലിന്ന് ഉച്ചയ്ക്ക് എന്താണോ ഉണ്ടാക്കി അത് വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ആദ്യം തന്നെ ഞാൻ പോയി ചട്ടി എടുത്ത്. അതിന് ശേഷം ഞാൻ ചോറ് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീട്ടിൽ വളരെ കുറച്ച് കൂട്ടാനേ ഉള്ളൂ. ചട്ടിച്ചോറാകുമ്പോൾ തോനെ വേണം. പിന്നെ നമ്മൾ ഉള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. കുറച്ച് മാങ്ങാച്ചാറും കുറച്ച് ചീരത്തോരനും ഞാൻ സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീരത്തോരൻ. അതിന് ശേഷം നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട്. തൈരില്ലാതെ എന്ത് ചോറാണ്? ചോറ് തിന്നണമെങ്കിൽ തൈര് വേണം. അപ്പം ഞാൻ കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പുളുങ്കറി എന്നൊക്കെ പറയും, പരിപ്പിടാതെ സാമ്പാറിൻ്റെ മലക്കറി ഇട്ട് വയ്ക്കുന്ന കറി. അപ്പം അതും 2 കഷ്ണം പൊരിച്ച മീനും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ആ തൈരും കുറച്ച് മാങ്ങാച്ചാറും കുറച്ച് ചീരത്തോരനും ആ കുറച്ച് മീനും കൂടെ വെച്ച് കുഴയ്ക്കണം. അത് നല്ലപോലെ കുഴച്ചതിന് ശേഷം ഒരു ഉരുള എടുത്ത് വായിൽ വയ്ക്കണം. സ്വർഗം കിട്ടും, അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ആ തൈരുമായിട്ട് കഴിക്കണം. പൊളി. എല്ലാവരും ഒപ്പം ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നു. വീട്ടിലുള്ള സാധനം വെച്ച് നമുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാക്കി കഴിക്കാം. പിന്നെ മുട്ടയൊക്കെ പൊരിക്കണമെന്ന് വിചാരിച്ചതാണ്. മടി കാരണമാണ് ഞാൻ പൊരിക്കാത്ത. മുട്ട ഉണ്ടായിരുന്നു, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് ഉള്ളത് വെച്ച് കഴിച്ച്. സൂപ്പർ. ഞാൻ പിന്നെ കുത്തിയിരുന്ന് ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്നും കഴിക്കണേക്കാളും കൂടുതൽ ചോറ് കഴിച്ച്. ചട്ടിയിലായതുകൊണ്ടായിരിക്കാം. ലാസ്റ്റ് ഒരു കഷ്ണം മീൻ മാത്രമേ ബാലൻസ് വന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട്. വയറ് ഫുള്ളായി. കുറച്ച് വെള്ളമൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് കിടന്ന് സുഖമായിട്ട് ഇനി ഉറങ്ങാം. എല്ലാവർക്കും ബൈ ബൈ.